ഫോൺ എടുക്കാത്തത്? എന്നും രാവിലെ ഒരു വിളി പതിവുള്ളതാണ്, ഇന്ന് അതും കണ്ടില്ലല്ലോ. രാവിലെ മുതൽ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നതാ, കോൾ എടുക്കുന്നുമില്ല, തിരിച്ചു വിളിക്കുന്നുമില്ല. മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈയുമില്ല. ഇതെന്തു പറ്റി? അവൾ വീണ്ടും ദേവന്റെ നമ്പർ ഡയൽ ചെയ്തു. പക്ഷേ നോ റെസ്പോൺസ്. ദേവേട്ടന് ഇത് എന്തു പറ്റി? രാവിലെ വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ ഹോസ്പിറ്റലിൽ വല്ല എമർജൻസി ഉണ്ടെന്ന് കരുതി. പക്ഷെ ഇത്രയും നേരമായിട്ട് തിരിച്ചു വിളിക്കുന്നില്ലല്ലോ. ഇന്നലെ വൈകിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിച്ചതാ, പിന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആരെ വിളിക്കും? പെട്ടെന്നാണ് അവൾക്ക് അവിനാഷിന്റെ കാര്യം ഓർമ്മ വന്നത്. അവൾ അവന്റെ നമ്പർ എടുത്ത് വിളിച്ചു. പക്ഷെ കോൾ കണക്റ്റഡ് ആയില്ല. കുറെ പ്രാവശ്യം വിളിച്ചു നോക്കിയെങ്കിലും അവിനാഷ് ഫോൺ എടുത്തില്ല. അവൾ വീണ്ടും ദേവന്റെ നമ്പറിൽ വിളിച്ചു. അപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. ഇതിപ്പോ എന്താ സംഭവിച്ചത്? ഇത്രയും നേരം ബെല്ലടിച്ചുകൊണ്ടിരുന്ന ഫോണാണ് ഇപ്പൊ പെട്ടെന്ന് സ്വിച്ച് ഓഫ്. അവിനാഷേട്ടനാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇവർക്കൊക്കെ ഇത് എന്തു പറ്റി? ആർക്കെങ്കിലും ഒന്ന് ഫോൺ എടുത്തുകൂടെ? അച്ഛനും അമ്മയും പോയി കഴിയുമ്പോൾ എന്നോട് വണ്ടി കയറിക്കോ എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ അത് ചോദിക്കാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ചോദിക്കാതെ ചെന്നിട്ട് വേണം എന്നെ ഇനി ചീത്ത പറയാൻ. ഒന്ന് ഫോൺ എടുത്താൽ എന്താ കുഴപ്പം? ദയവായിട്ട് ഇനി ഇങ്ങോട്ട് വിളിക്കട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. മോളെ ചക്കി. ആ അമ്മേ, ഞാൻ ദേ വരുവാ. ഗായത്രി വിളിച്ചതും അവൾ താഴേക്ക് പോയി. എന്തായി മോളെ, ദേവനെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ കുറഞ്ഞതൊരു 50 പ്രാവശ്യമെങ്കിലും വിളിച്ചു കാണും. എന്നിട്ടും ഫോൺ എടുക്കുന്നുമില്ല, തിരിച്ചു വിളിക്കുന്നുമില്ല. അവൾ കുറച്ച് പരിഭവത്തോടെ പറഞ്ഞു. ചിലപ്പോ ഹോസ്പിറ്റലിൽ തിരക്കായിരിക്കും മോളെ, അല്ലാതെ നീ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കാതിരിക്കില്ല. അല്ല, നിനക്ക് വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിക്കൂടെ? ഞാൻ അവിനാഷേട്ടനെ വിളിച്ചു നോക്കി, പക്ഷെ അനിയേട്ടനും ഫോൺ എടുക്കുന്നില്ല. ആ, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് വിളിക്കുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഹരിയോട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നോക്കാൻ പറയാം. ഗായത്രി അത് പറഞ്ഞതും അവൾ തലയാട്ടി. ഇനി അതും പറഞ്ഞിരിക്കാതെ മോള് മര്യാദയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നിന്റെ കെട്ടിയോൻ വരുമ്പോൾ നിന്നെ പട്ടിണി കിട്ടെന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറയും. ഗായത്രി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മേ വേണ്ട. ഓ, കെട്ടിയോനെ പറഞ്ഞപ്പോ അവക്ക് പൊള്ളി. മര്യാദയ്ക്കിരുന്ന് കഴിക്കാൻ നോക്ക. ഇപ്പൊ തന്നെ എല്ലും തോലുമായി. അവന്റെ മുന്നിൽ ഇങ്ങനെ പോയി നിന്ന് നോക്ക്, അവൻ വലിച്ച് ഭിത്തിയെ തേക്കും. അമ്മേ, എന്റെ ദേവേട്ടൻ പാവ, അങ്ങനെയൊന്നും ചെയ്യില്ല. അതെ, ഞാൻ അവന്റെ അമ്മയാ. അവന്റെ സ്വഭാവം നിന്നേക്കാൾ നന്നായി എനിക്കറിയാം. നീ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമെന്നും അതുകൊണ്ട് നിന്നെ പിടിച്ചിട്ട് തീച്ചിച്ചോളണമെന്നും പറഞ്ഞിട്ടാവും പോയത്. ഇന്നലെ വിളിച്ചപ്പോഴും അവൻ എന്നോട് ചോദിച്ചത് അതാ. ആഹാ, അപ്പൊ അത് കൊള്ളാലോ. എന്റെ അമ്മേ, നിങ്ങൾ അമ്മയും മകനും കൂടി എന്നെ തീറ്റിച്ച് തിരിച്ചൊരു പരുവത്തിലാക്കുമല്ലോ. ആ, ചിലപ്പോൾ അതും വേണ്ടി വരും. നീ കഴിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ. ദോശ വെച്ചിട്ട് എത്ര നേരായി, അതും വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വേഗം കഴിക്കാൻ നോക്ക്. ഗായത്രി അവളുടെ തലക്കിട്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. അവിനാഷ്, താനൊരു ഡോക്ടറല്ലേ? എല്ലാം അതിൻ്റെതായ സ്പിരിറ്റിൽ കാണാൻ ശ്രമിക്കൂ. താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേവന് കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാം. ഞാൻ ഇതുവരെ അവൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ല. അവന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് അറിഞ്ഞിട്ട് വീട്ടിൽ വിളിച്ച് പറയാമെന്ന് കരുതി. അതെന്തായാലും നന്നായി. വെറുതെ അവരെ കൂടി ടെൻഷനാക്കണ്ട. ആ, ഈ ചക്കി ആരാ? ദേവൻ ഉറക്കത്തിൽ വിളിക്കുന്നത് കേട്ടു. ചക്കി അതവൻ്റെ വൈഫാണ്, ശിഖ. ചക്കി എന്നാ എല്ലാവരും വിളിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ അവൾ അവനെ വിളിക്കുന്നുണ്ട്. എന്തു പറയുമെന്നറിയാത്തത് കൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. എന്നെയും വിളിച്ചു കുറെ തവണ. താൻ എന്തായാലും അയാളുടെ വീട്ടിൽ വിവരം അറിയിക്കുക. ദേവിന് വൈഫിനെ കാണണമെന്നുണ്ട്. ഓക്കെ, ഞാൻ റൂമിലുണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഡോക്ടർ പോയതും അവിനാഷ് ഐസിയുവിൽ കയറി ദേവനെ കണ്ടു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ നേരെ മുറിയിലേക്ക് പോയി. വീണ്ടും ദേവനെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അവൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. പെട്ടെന്ന് അവൾക്ക് എന്തോ പോലെ തോന്നിയതും അവൾ വായും പൊത്തി ബാത്റൂമിലേക്ക് ഓടി. കഴിച്ചത് മുഴുവനും അവൾ ഛർദ്ദിച്ചു കളഞ്ഞു. മുഖവും വായും ഒക്കെ കഴുകി അവൾ ബെഡിൽ ചെന്നിരുന്നു. അവളുടെ നോട്ടം ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിലേക്ക് പോയി. അവൾ അറിയാതെ തന്നെ അവളുടെ കൈ വയറിൽ പിടുത്തമിട്ടു. വേഗം തന്നെ അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് മേശവലിപ്പിലുണ്ടായിരുന്ന പ്രഗ്നൻസി കിറ്റുമായി ബാത്റൂമിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞതും പ്രഗ്നൻസി കിറ്റിൽ 2 ചുവപ്പ് ലൈൻ കണ്ടതും സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് അത് എത്രയും പെട്ടെന്ന് ദേവനെ അറിയിക്കണമെന്ന് തോന്നി. ബാത്റൂമിൽ നിന്നിറങ്ങി അവൾ വീണ്ടും ദേവനെ വിളിച്ചു.
പക്ഷേ സ്വിച്ച് ഓഫ് തന്നെ. അവിനാഷിനെ വിളിച്ചപ്പോൾ പരിധിക്ക് പുറത്ത് എന്ന് പറഞ്ഞു. ഈ കാര്യം ആദ്യം ദേവനോട് പറയണമെന്നുള്ളത് കൊണ്ട് അവൾ അത് ആരോടും പറഞ്ഞില്ല. വല്ലാത്ത ക്ഷീണവും തളർച്ചയും തോന്നിയതുകൊണ്ട് അവൾ കുറച്ചു നേരം കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി. ഗായത്രി, ചക്കിമോൾ എവിടെ? പുറത്തുനിന്ന് വന്നതും മാധവ് ചോദിച്ചു. മോള് മുറിയിലുണ്ട്. ദേവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും പറഞ്ഞ് പിണങ്ങിയിരിക്കുക. ഞാൻ കുറേ തവണ വിളിച്ചത് കൊണ്ട് വന്ന് 2 ദോശ കഴിച്ചു. ഈ ചെക്കനൊന്ന് തിരിച്ചു വിളിച്ചുകൂടെ? രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് അവൾ വിളിക്കുന്നതാ. നീ ഒരു കാര്യം ചെയ്യും, പോയി വേഗം റെഡിയാവ്. അത്യാവശ്യം വേണ്ട ഡ്രസ്സും മറ്റും എടുത്തോ. എവിടെ പോകാനാ മാധവേട്ടാ? അതൊക്കെ ഞാൻ പറയാം. നീ വേഗം റെഡിയാവാൻ നോക്ക്. ഞാൻ ആ രാജീവിനെ വിളിച്ചിട്ടുണ്ട്. അവൻ കാറുമായി ഇപ്പോൾ വരും. നീ ചെന്ന് റെഡിയാവ്. ഞാൻ ചക്കിമോളോട് ചെന്ന് പറയട്ടെ. മാധവൻ അതും പറഞ്ഞ് മുകളിലേക്ക് പോയി. ഗായത്രി വേഗം തന്നെ റെഡിയാവാൻ തുടങ്ങി. മാധവൻ മുറിയിൽ ചെന്നപ്പോൾ കാണുന്നത് ദേവന്റെ ഷർട്ടും മുറുകെ പിടിച്ച് കിടന്നുറങ്ങുന്നവളെയാണ്. അത് കണ്ടതും അയാളുടെ കണ്ണു നിറഞ്ഞു. എൻ്റെ ദേവി, ഈ കുട്ടിയോട് ഞാൻ ഇതെങ്ങനെ പറയും? അവൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞാൽ പിന്നെ പറയണ്ട. അല്ലെങ്കിൽ തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഇത്രയും നേരം ബഹളമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒന്നും പറയണ്ട. അവിടെ ചെല്ലുമ്പോൾ അറിഞ്ഞാൽ മതി. അതാവുമ്പോൾ ദേവൻ തന്നെ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളും. മാധവൻ മനസ്സിൽ പറഞ്ഞു. മോളെ. മാധവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു. എന്തു പറ്റി അച്ഛൻ്റെ കുട്ടിക്ക്? എന്താ ഈ നേരത്തെ ഒരു ഉറക്കം? അത് എനിക്ക് ചെറിയൊരു തലവേദന അച്ഛാ, അതുകൊണ്ട് കിടന്നതാ. അവൾ ഹെഡ് ബോർഡിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് പറഞ്ഞു. ദേവനെ വിളിച്ച് കിട്ടാത്തത് കൊണ്ടാണോ ഈ തലവേദന? അച്ഛാ, അച്ഛനും എന്നെ കളിയാക്കുവാണോ? അച്ഛനും അമ്മയും ഒക്കെ കണക്കാ, അവൾ പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു. ചുടാ, എൻ്റെ മോൾ പിണങ്ങിയോ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അച്ഛാ, ദേവേട്ടൻ അച്ഛനെ വിളിച്ചോ? ഞാൻ കുറേ വിളിച്ചു, കിട്ടുന്നില്ല. മോളെ, നീ പെട്ടെന്ന് റെഡിയാവ്. അത്യാവശ്യം വേണ്ട ഡ്രസ്സും എടുത്തോ. അയാൾ പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു. എങ്ങോട്ടാ അച്ഛൻ നമ്മൾ പോകുന്നത്? അതൊക്കെ അച്ഛൻ പറയാം. മോളിപ്പോൾ വേഗം റെഡിയാവാൻ നോക്ക്. അമ്മ ഇപ്പോൾ റെഡിയായി കാണും. മോള് വേഗം റെഡിയായി താഴേക്ക് വാ, കാർ ഇപ്പോൾ വരും. മാധവൻ അതും പറഞ്ഞ് താഴേക്ക് പോയി. അവൾ വേഗം തന്നെ ബാഗ് എടുത്ത് ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് മാറാനുള്ള ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് പോയി. നിനക്കൊന്നും നാണമില്ലടാ. ഒരു പണി ഏൽപ്പിച്ചിട്ട് അതുപോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ, പിന്നെ എന്തിനാടാ അത് ഏൽക്കാൻ പോയത്? അർജുൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അത് സാർ, എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെയായിരുന്നു. എന്നിട്ട് പിന്നെ എന്താടാ പറ്റിയത്? അത് സാർ, ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ചായിരുന്നു ഞങ്ങൾ അവൻ്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചത്. പക്ഷെ പെട്ടെന്ന് അതുവഴി വേറെ ഒരു കാർ വന്നു. അതിൽ 3-4 പേരും ഉണ്ടായിരുന്നു. അവരെ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിൽക്കാതെ പോകുന്നത്. പക്ഷേ ഇടിച്ച ഇടിയിൽ ആൾ തീർന്നു കാണണം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇതിനോടകം അത് അറിയാൻ കഴിഞ്ഞേനെ. അപ്പോൾ അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നർത്ഥം. അർജുൻ, എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സിമ്പിൾ രാഹുൽ, ഞാൻ ആ ദേവനെ അങ്ങ് കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ അവൻ രക്ഷപ്പെട്ടു. വാട്ട്? അതെ രാഹുൽ, അവൻ ഇനി തിരിച്ചു വരരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിന് സമയമായിട്ടില്ല. അവൻ ഇനിയും ആയുസ് ബാക്കിയുണ്ട്. അർജുൻ, നീയാണിത് ചെയ്തതെന്ന് ആരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് ആ ശിഖ. ഇല്ല രാഹുൽ, അവളെന്നല്ല, ആരും അറിയാൻ പോകുന്നില്ല ഇതിന് പിന്നിൽ ഞാനാണെന്ന്. പിന്നെ എടാ, നീ അവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. അവൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ അർജുൻ, ഞാൻ ഇന്ന് തന്നെ പോകാം. രാഹുൽ അതും പറഞ്ഞ് വേഗം തന്നെ പുറത്തേക്ക് പോയി. ശിഖ, നീ എനിക്കുള്ളതാണ്. അതിന് തടസ്സം അവൻ ആ ദേവനാണെങ്കിൽ അവനെ ഞാൻ ഇല്ലാതാക്കും. എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും. അർജുൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു.